നമസ്കാരം. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് വിഷുവിന് മുൻപുള്ള ഈ ദിവസങ്ങൾ വളരെ ഐശ്വര്യപ്രദമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം വിഷുവിന് മുൻപ് തന്നെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ, സൗഭാഗ്യങ്ങൾ, ഐശ്വര്യങ്ങൾ തേടിയെത്തുന്ന നക്ഷത്രക്കാരാണ് ഇവർ. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ കൂടി ഇവർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. മീനമാസത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്ന നക്ഷത്രക്കാർ കൂടിയാണ് ഇവർ എന്ന പ്രത്യേകതയുമുണ്ട്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ, ഐശ്വര്യങ്ങൾ ജീവിതത്തിലേക്ക് തേടി വരിക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. ജാതകപ്രകാരം ഏറ്റക്കുറച്ചിലുകൾ, ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ വന്ദിക്കുക. ഏവരും ഓം നമോ നാരായണായ എന്നോ ഹരേ കൃഷ്ണ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അപൂർവമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. ബിസിനസ് ചെയ്യുന്നവർക്കും അല്ലാത്ത വ്യക്തികളുമാണ് എങ്കിൽ പോലും ലാഭം വർദ്ധിക്കുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ കടന്നു വരാം. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എങ്കിൽ പോലും ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുക, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. തടസ്സങ്ങൾ പലതും ജോലിയിലുണ്ട് എങ്കിൽ പോലും അതെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. അത്ഭുതപ്പെടുത്തുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ പോലും താൽക്കാലികമായ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. ശമ്പള വർധനവ് പോലും അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരാം. വിദ്യാർത്ഥികൾക്കും കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സമയം കൂടിയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഭാഗ്യം തുണയ്ക്കുന്ന, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്ന, ആഗ്രഹിക്കുന്നതായോ അല്ലാതെയോ യാത്രകൾ കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ പ്രയാസങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്നവരാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും മനസ്സ് മടുക്കുന്നതായ സാഹചര്യം ഇവർക്കുണ്ട്. പലരിൽ നിന്നും ലഭിക്കേണ്ടതായ പിന്തുണ പോലും ലഭിക്കാത്തതായ സാഹചര്യം. തൊഴിലുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, ടെൻഷനുകൾ വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യം. എന്നാൽ ഇതിനെല്ലാം പരിഹാരം കണ്ടെത്തുകയോ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയോ ചെയ്യാം. പോസിറ്റീവായ മാറ്റങ്ങൾ കടന്ന് വരാവുന്നതായ സമയമാകുന്നു. ഏറെക്കാലമായി അനുഭവിച്ചിരുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക. ആവശ്യത്തിനുള്ള ധനം, അത് വായ്പയാണ് എങ്കിലും സഹായമാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എതിരാളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുവാനും സാധ്യത കൂടുതലാണ്. പല വ്യക്തികളിൽ നിന്നും പിന്തുണ ലഭിക്കാവുന്നതാണ്. തടസ്സങ്ങൾ നീങ്ങുകയും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിലുമായി ബന്ധപ്പെട്ടും ധനപരമായ ചില കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ഈ സമയം പൊതുവിൽ ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. കരിയറുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പുരോഗതി ദൃശ്യമാകുന്ന സമയമാകുന്നു. എന്നാൽ ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യത ഈ സമയം കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ദുഃഖങ്ങൾ, വിഷമങ്ങൾ മനസ്സിൽ ഉള്ള സമയമാണ്. സന്തോഷം പലപ്പോഴും വന്നു ചേരുന്നു എങ്കിലും അത് നിലനിർത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളില്ല. എന്നാൽ ഈ സമയങ്ങളിൽ അല്പം സന്തോഷം
കൂടുതലായും ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. സാമ്പത്തികമായി ചില അനുകൂലമായ കാര്യങ്ങൾ, അത് ബിസിനസ് സംബന്ധമാകാം, തൊഴിൽ സംബന്ധമോ, ലഭിക്കേണ്ടതായ ധനം ലഭിക്കുകയോ അത്തരത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരാം. അല്പം ബിസിനസ് പരമായ ഉന്നതി കൈവരിക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് മുൻപിലുള്ളത്. കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, തൊഴിലിടത്ത് സന്തോഷകരമായ നിമിഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. വളരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. ലാഭം അല്പം വർദ്ധിക്കുന്ന സമയമാണ്. കൂടാതെ ഈ സമയം തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കുന്ന സമയമാണ്. പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സമയം. ദീർഘകാലമായി മാറ്റിവെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈ സമയം സ്വന്തമാക്കുക, ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പലരെയും കൊതിപ്പിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിലും സന്തോഷം, സമാധാനം അല്പം വർദ്ധിക്കുന്ന സമയമാകുന്നു. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യത ഈ സമയം കൂടുതലാകുന്നു. ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ആ ശുഭകരമായ കാര്യങ്ങൾ പലപ്പോഴും നിലനിർത്തുവാൻ പ്രയാസപ്പെടുന്നവരാകുന്നു. പലരിൽ നിന്നും അവഗണന, വിഷമങ്ങൾ അനുഭവിക്കുന്നതായ സമയം. പണം പല കാര്യങ്ങൾക്കും തികയാത്തതായ അവസരമോ അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ ധനം ലഭിക്കാത്തതായ സാഹചര്യമോ ഉണ്ട്. അത്തരത്തിലുള്ള ചില വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഈ സമയം അല്പം നേട്ടങ്ങൾ കൂടുതലായും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. തൊഴിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. അത് താൽക്കാലികമായ തൊഴിലാണ് എങ്കിലും നിങ്ങൾക്ക് ആശ്വാസം പകരുന്നതായ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ രംഗത്ത് കഴിവുകൾ തെളിയിക്കുക, അംഗീകാരങ്ങൾ ലഭിക്കുക, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ വർദ്ധിക്കാം. പ്രതീക്ഷിക്കാതെ തന്നെ ധനം, ലാഭം കൈകളിലേക്ക് ഇരട്ടിയായി വന്നു ചേരാം. സൗഭാഗ്യം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുക, യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക, ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ധനം കൈകളിലേക്ക് വന്നു ചേരാം. അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന ധനമാണ് എങ്കിലും ലഭിക്കാവുന്നതാണ്. സന്തോഷം നിലനിർത്തുക, കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, വളരെ കാലമായി മാറ്റിവെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുക, സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. യാത്രകൾക്കുള്ള സാധ്യതകളുണ്ട്. എന്നാൽ പണം കൈകളിലേക്ക് വന്നു ചേരും എങ്കിലും ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ അഥവാ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്ന സമയം തന്നെയാണ് മുൻപിലുള്ളത്. വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. യാത്രകൾ അനവധി ചെയ്യുവാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. വിദേശത്ത് സ്ഥിര താമസമാക്കുവാനുള്ള അവസരങ്ങൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അല്ലെങ്കിൽ അത്തരത്തിൽ പോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. പഠനവുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ ഈ മേഖലയിൽ തൊഴിൽ കണ്ടെത്തുവാൻ, അതായത് പഠിച്ച മേഖലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായ ജോലിയാണ് എങ്കിലും പ്രയാസങ്ങൾ മാറി കിട്ടുന്നതായ ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സൽപ്പേര് നേടിയെടുക്കുക, സ്ഥാപനത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, കഴിവ് തെളിയിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സഹപ്രവർത്തകർക്ക് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് അസൂയ തോന്നും വിധം പല കാര്യങ്ങളും ഇവർക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. പൊതുവിൽ ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും തേടിയെത്താവുന്നതായ സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക,
കൂടാതെ മനസ്സിനെ അലോസരപ്പെടുന്നതായ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോവുകയും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുകയും ചെയ്യാം. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരും. എന്നാൽ ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യത ഈ സമയം അല്പം കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമാകുന്ന സമയമാണ് എങ്കിൽ പോലും ചില പ്രയാസങ്ങളോ വിഷമതകളോ മനസ്സിലുണ്ട്. പല കാര്യങ്ങളും വിജയത്തിൽ എത്തിക്കുവാൻ സാധിക്കുമോ ആ കാര്യങ്ങൾ ധനപരമായ പ്രയാസങ്ങളാൽ മുടങ്ങുമോ? ഇത്തരത്തിൽ പലവിധ ചിന്തകൾ ധനപരമായോ അല്ലാതെയോ നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാൽ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. അനവധിയാർന്ന നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക, സഹായങ്ങൾ ലഭിക്കുക, പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പ്രാരാബ്ധങ്ങൾ ഒരു പരിധി വരെ അകലും. സന്തോഷവും സമാധാനവും വർദ്ധിക്കും. മനസ്സിൽ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും അല്ലെങ്കിൽ മാറ്റിവച്ചിരിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. സന്താനങ്ങളായുള്ള പ്രശ്നങ്ങൾ പോലും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കും. തൊഴിൽ താൽക്കാലികമായ തൊഴിലാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ധനപരമായ കാര്യങ്ങൾ അനുകൂലമാവുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുക, ധനപരമായ പ്രയാസങ്ങൾ അകലുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. എന്നാൽ ചെലവ് അല്പം വർദ്ധിക്കാം. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം കൂടുതലായും അവസരങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ ആശങ്കകൾ മനസ്സിലുള്ള സമയമാകുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പോലും പല വിധത്തിലുള്ള ആശങ്കകൾ നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ നെഗറ്റീവായ ചിന്തകൾ, അത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരുന്നതാണ്. പലപ്പോഴും ഭാഗ്യം തുണയ്ക്കാത്തതായ സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. പല വിധത്തിലും നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ, അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം സൗഭാഗ്യങ്ങൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കഷ്ടപ്പാട് അല്പം അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും, അതായത് നേട്ടങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും. ബിസിനസ് പരമായി പ്രധാനമായും നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ്. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രശ്നങ്ങൾ പലതുണ്ട് എങ്കിലും അത് പരിഹരിക്കുകയോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വഴിയെ വന്നു ചേരും. മനസ്സിന് വിഷമം തോന്നുന്നതായ ചില കാര്യങ്ങൾ ഒഴിവാക്കുക, അത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. താൽക്കാലികമായ തൊഴിൽ ലഭിക്കുക അല്ലെങ്കിൽ ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. തൊഴിൽപരമായ പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറുകയോ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സമ്മാനമായി ലഭിക്കുകയോ അത്തരം കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. കാര്യക്ഷമതയോടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ പ്രവർത്തിക്കാൻ സാധിക്കും. ചെലവിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ സമയം മനസ്സിന് ശരി എന്ന് തോന്നുന്നതായ കാര്യങ്ങൾ പലതും ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, ചെലവ് വർദ്ധിക്കുന്നതിനോടൊപ്പം ഈ സമയം എടുത്തുചാട്ടം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക.